ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. നമ്മൾ ഏതൊരാളും ഒരു മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ ഗുണങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒത്തിരിയേറെ ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്, നമ്മൾ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു കഴിവാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും ഇത് ട്രെയിനിങ് സെൻറ്ററുകളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. കാരണം പലർക്കും പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. ചിലർ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുള്ള ആളുകൾ, അതുപോലെ സ്ഥിരമായിട്ടൊരു ലൊക്കേഷനിലില്ലാത്ത ആളുകൾ, അങ്ങനെ പലർക്കും ഇത് പഠിക്കാൻ നേരിട്ട് ട്രെയിനിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രെയിനിങ് ട്യൂട്ടോറിയലാണ്, നമ്മളൊരു ഫൈറ്റ് ട്രെയിനിങ് ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാണ്ട് സെൽഫ് ഡിഫെൻസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫൈറ്റിൻ്റെ ആ ഒരു ടെക്നിക്ക് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ വീഡിയോയിൽ സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ടെക്നിക്ക് കാണുമ്പോൾ ഈസി ആണെങ്കിലും നമുക്കൊന്നും അറിയാത്ത ആൾക്കാർക്ക് അത് നിന്ന് ചെയ്യുക എന്ന് അത്ര പോസിബിൾ അല്ല. കാരണം നമ്മളൊരു റിയൽ സിറ്റുവേഷനിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കതുപോലെ ഒരു ഫൈറ്റിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഒരു മെത്തേഡ്, ഒരു ബേസ് മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ കുറച്ചെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ബേസ് മൂവ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു ഫൈറ്റ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ. അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഒരു 2 പഞ്ചും 2 കിക്സും മാത്രമാണ്. അപ്പം തുടർന്നുള്ള ടെക്നിക്കുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വീട്ടിൽ തന്നെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു കാല് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ട് വെക്കുക, അടുത്ത കാല് പുറകിലായിട്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ വിത്തിലാണ് നമ്മൾ ഈ ഒരു കാല് വെക്കുന്നത്, താഴെ ഷോൾഡറിൻ്റെ വിത്ത് വരുന്ന രീതിയിൽ. ബാക്കിൽ വെച്ചേക്കുന്ന ലെഗ് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് ഒന്ന് ചരിച്ച് വെച്ചുക. ഫ്രണ്ട് ലെഗ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. കൈകൾ 2 ഫേസിന് സൈഡിലായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഈ ഫേസിനോട് ചേർത്ത് വെക്കുന്ന നമ്മൾ കൈ താഴെ വെച്ച് നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, നമ്മളെ ഫേസിൽ ഗാർഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടൊരു പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങോട്ട് അറ്റാക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫേസിൽ ഗാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ, കൈകളിൽ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലേക്ക് അടി കൊള്ളും. അപ്പോൾ നമ്മൾ ബോഡിയിൽ കൊള്ളുന്ന പോലെ നമുക്കറിയാൻ പറ്റും, ബോഡിയിലൊക്കെ നമുക്ക് കുറച്ച് പവർ വന്നാൽ നമുക്ക് സഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗാർഡ് ഓൾറെഡി വേണം. അപ്പം അതുകൊണ്ട് കൈ എപ്പോഴും ഇവിടെ വരുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, ലീഡിങ് ഹാൻഡാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ ഒരു പഞ്ചിനെ, ലെഫ്റ്റ് ഹാൻഡിനെ ഒരു പഞ്ചിനെ നമ്മൾ ജാബ് എന്നാണ് പറയുന്നത്, റൈറ്റ് ഹാൻഡ് പഞ്ചിനെ ക്രോസ് എന്നും. അപ്പോൾ നമ്മളിന്ന് ജാബ്, ക്രോസ്, പിന്നെ 2 കിക്സുകൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ പഞ്ച് സ്റ്റഡി ആയിട്ട് ഇവിടെ വെക്കുക. ഇനി ഇവിടുന്ന് ഫുള്ളായിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത്. പക്ഷേ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫിസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് തിരിഞ്ഞിട്ട് ഹൊറിസോണ്ടലായിട്ടാണ് ഈ ഒരു പഞ്ച് വരുന്നത്. ഫിസ്റ്റിൻ്റെ പോർഷൻ ഇവിടെ കൊള്ളുന്ന സമയത്ത് ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്. തിരിച്ച് ഇവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്യുക. വീണ്ടും ഇവിടുന്ന് പഞ്ചടിക്കുക, തിരിച്ച് വരിക. പഞ്ചടിക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ ഒരു ടേൺ കൂടി, ഈ ഒരു ടേൺ കൂടി പഞ്ചിലേക്ക് കൂടുക. തിരിച്ച് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ക്രോസ്, അടുത്ത പഞ്ച് ചെയ്യുക. അടുത്ത പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ ഒന്ന് ടേൺ ചെയ്യുന്നുണ്ട്. ലെഗിൻ്റെ ബാക്കിലേക്ക്, നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്ന ലെഗിലേക്ക് ആ ഒരു ആക്ഷൻ വരുന്നുണ്ട്. ഹീലൊന്ന് റേസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പഞ്ച് വരുന്നത്. അപ്പം ജാബ് വേണ്ട, ജാബ് ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പഞ്ച് നന്നായിട്ട്, 2 പഞ്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് നിൽക്കുക, ഇവിടെ നിന്ന് ജാബ് ചെയ്തു. ജാബ് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഫുള്ളായിട്ട് ടേൺ ചെയ്തുകൊണ്ട് കൈ സ്റ്റഡി ആക്കിയിട്ട്, മുട്ടുകൈ സ്റ്റഡി ആക്കിയിട്ട് പഞ്ചടിക്കുക, തിരിച്ചുവിട് വെക്കുക. നിങ്ങളിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് വെക്കണ്ട. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുൾ ബാക്ക് ചെയ്യണ്ട. പഞ്ച് ചെയ്താൽ പുൾ ബാക്ക് ചെയ്യുക. അടുത്ത പഞ്ച് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്യണ്ട. 1 2 1 2. അപ്പോൾ ഇതുപോലെ പഞ്ച് നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ചാണ്. നിങ്ങളൊരു 10ഓ 20ഓ ചെയ്തോ എന്നുള്ളതല്ല, നിങ്ങൾ ഡെയിലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ദിവസം തോറും പഞ്ചിൻ്റെ ഒരു ലൈനിൽ ലെങ്ത്തൊക്കെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് തന്നെ 2 കൈ ഒരേപോലെ തന്നെ വരുന്ന രീതിയിൽ, ഒരു പോയിന്റിൽ വരുന്ന രീതി തന്നെ പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരു പഞ്ച് അടുത്ത് ഒരു സ്ഥലത്ത്, ഒരു പഞ്ച് അടുത്ത പഞ്ച് വേറെ സ്ഥലത്ത് അങ്ങനെ സ്പ്രെഡായി പോവാതെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പഞ്ച് പോലെ തന്നെ നമുക്ക് കിക്സിൻ്റെ മൂവ്മെൻറ്റ് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം ജാബ് ചെയ്തു, ക്രോസും ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ലെഗ്, നമ്മൾ ലീഡിങ് ലെഗിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. മുട്ടുകാലൊന്ന് മാക്സിമം ഒന്ന് മുകളിലേക്ക്, നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത്രയും ഇത് ഇങ്ങനെ റൈസ് ചെയ്യുക. റൈസ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്നുള്ള ഈ ടോ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്കൊന്ന് പുഷ് ചെയ്യുക. നമ്മളൊരു ഓപ്പണിൻ്റെ, നമ്മുടെ മുന്നിലൊരാളുണ്ടെങ്കിൽ ആളുടെ ഒരു ചെസ്റ്റ് ലെവലിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ലെഗിന് ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് പുഷ് ചെയ്യുക. ഫുള്ളായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ കാല് മാത്രം എടുത്തിട്ടുണ്ട്. കാലിൻ്റെ ഒരു ഇത് മാത്രമല്ല വരുന്നത്, നമ്മളെ ഹിപ്പിൻ്റെ ഒരു ഈ ഒരു പുഷും കൂടി അതിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ റൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൈസ് ചെയ്യുക. ഇനി പുഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തുകൊണ്ട് പുഷ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്നില്ല. ഈ എടുക്കുന്ന സമയത്ത് തന്നെ സെയിം ഓൾറെഡി ഈ റേസിങ്ങും പുഷും ഒരുമിച്ച് ചെയ്യുക. തിരിച്ച് ഇവിടെ തന്നെ ലാൻഡ് ഉണ്ടോ.
1 2 3 4 ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിലേക്കും ചെയ്യുക ഇതുപോലെ തന്നെ. അപ്പോൾ ഫ്രണ്ടിലേക്ക് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ബാക്കിലേക്ക് എടുക്കുക. ഇവിടുന്ന് പഴയതുപോലെ തന്നെ റൈസ് ചെയ്യുക. ഇനി ഇവിടുന്ന് ഇതുപോലെ പുഷ് ചെയ്യുക, തിരിച്ച് ബാക്കിൽ തന്നെ വരിക. അപ്പം 1 2 തിരിച്ച് ആ ലെഗ് ഇവിടുന്ന് കിക്സ് അടിക്കുന്ന ലെഗ് തിരിച്ച് ബാക്കിൽ തന്നെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് എല്ലാ മൂവ്മെൻറ്റും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ജാബ് ചെയ്യുമ്പോൾ വേണ്ട, ജാബ് ചെയ്തു, ക്രോസ് ചെയ്തു, ഫ്രണ്ട് ലെഗ് കിക്ക് ചെയ്തു, അതുപോലെ ബാക്ക് ലെഗ് കിക്ക് ചെയ്തു. അങ്ങനെ കോമ്പിനേഷനായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, 1 2 3 4. ഇനി ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുക. നിങ്ങൾ ആദ്യത്തെ സ്റ്റേജ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ജെർക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു എതിരാളിലേക്ക് നമ്മളൊരാളിലേക്കൊന്ന് അടുക്കുക അല്ലെങ്കിൽ ഒന്ന് അകലുക. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് സ്റ്റഡി ആയി നിൽക്കാതെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ജാബീസ് ഉണ്ടാകും. 1 1 2 1 2 1 2 3. അതുപോലെ ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പഞ്ച്, ക്രോസ്, അതുപോലെ കിക്സ് അടുത്തേക്ക്, അങ്ങനെ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഹൈ ആകും. നിങ്ങൾക്കൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു അറ്റാക്ക്, ഒരു എതിരാളിയിലേക്ക് അറ്റാക്ക് ചെയ്യാനും അതുപോലെ ഒഴിഞ്ഞു മാറാനും ഒക്കെ ഒരു ഫുട് വർക്കും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ലെവലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കാൻ പറ്റും. അതെ, അപ്പോൾ കൂടുതൽ ടെക്നിക്കുകൾ ഇനിയുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.